നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് നിയോ ക്ലാസിക്കൽ അപ്രോച്ചാണ്. ഫസ്റ്റ് അപ്രോച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 3 പോയിന്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്: സയന്റിഫിക് മാനേജ്മെന്റ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. ഇത്രയാണ് ക്ലാസിക്കൽ അപ്രോച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചാണ്, സെക്കൻഡ് അപ്രോച്ചാണ്. So this approach was first set out by Alfred Marshall in his book Principles of Economics. അപ്പോൾ ഇങ്ങനെ ഒരു നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആദ്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൽഫ്രഡ് മാർഷൽ ആയിരുന്നു. ഹീസ് ആൻ എക്കണോമിസ്റ്റ്. സോ ഒരു ഫേമസ് ആയിട്ടുള്ള അയാളുടെ ഒരു ഫേമസ് ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ആ ബുക്കിലാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ പറ്റിയിട്ടുള്ള ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ആൽഫ്രഡ് മാർഷൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഒരു ഫൗണ്ടറായിട്ട് പറയുന്നത് ജോർജ് എൽട്ടൺ മായോ ആണ്. എൽട്ടൺ മായോ അത് അയാളൊരു മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. അപ്പോൾ ഈ എൽട്ടൺ മായോ ആണ് ഫൗണ്ടർ ഓഫ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചായിട്ട് പറയുന്നത്. അപ്പോൾ എൽട്ടൺ മായോ ആണ് ഒരുപാട് ഇങ്ങനെയുള്ള മാനേജ്മെന്റിന് പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തത്. ഈ ഒരു നിയോ ക്ലാസിക്കൽ തിയറിയിലൂടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൽട്ടൺ മായോ ആണ്. So we can say that the neoclassical theory is actually an extended version of classical theory. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇത് നിയോ ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ദി ഹ്യൂമൻ ഫാക്ടർ. അതാണ് മറ്റ് ക്ലാസിക്കൽ അപ്രോച്ചിൽ നിന്നും നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ദ ഹ്യൂമൻ ഫാക്ടർ ഇൻ ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ചിൽ ഓൺലി വർക്ക് അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം, ഇത് മാത്രമായിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇറ്റ് ട്രീറ്റ്സ് ദി എംപ്ലോയീസ് ലൈക്ക് എ മെഷീൻ, അങ്ങനെയായിരുന്നു. അതായത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ എംപ്ലോയീസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, എങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം, ഇതായിരുന്നു ക്ലാസിക്കൽ അപ്രോച്ചിന്റെ മെയിൻ കൺസേൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് സയന്റിഫിക് മാനേജ്മെന്റിലും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെന്റ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഈസ് അപ്ലൈഡ് ടു ദി മാനേജ്മെന്റ് തിയറിയാണ്. അല്ലെങ്കിൽ സയന്റിഫിക് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിലും ഒരുപാട് പ്രിൻസിപ്പിൾസ് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? നമ്മൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രിക്റ്റ് ഫോമാണ്, അല്ലെ, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ ബേസിലാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പോയിന്റിലും 3 അപ്രോച്ചസിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വർക്ക് ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എംപ്ലോയീസിനെ അവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് പറയുന്നത്. അവിടെ എംപ്ലോയീസിന് ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹ്യൂമൻ ഫാക്ടർ, ഹ്യൂമൻ ബീയിങ്സ് ആണല്ലോ ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് ഇത് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. So it considers the human side or the human element of an organization. അതാണ് ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇതാണ് ഇറ്റ് കൺസിഡേഴ്സ് ഹ്യൂമൻ ആസ്പെക്ട് ഓർ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി വർക്കർ ആൻഡ് ഹിസ് റിലേഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. അതാണ് നിയോ ക്ലാസിക്കൽ തിയറി. ദാറ്റ് ഈസ് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെന്താണ് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ ബേസിൽ മാത്രമല്ല അവിടെ നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേസമയം എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ എന്താണ് ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് പറയുന്നത്. ദാറ്റ് ഈസ് ദ എംപ്ലോയീസ് ഷുഡ് ബി കൺസിഡേർഡ് ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി പേഴ്സണൽ റിലേഷൻസ് വിത്ത് ദി എംപ്ലോയീസ്. അതായത് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി വർക്കർ കൂടെ അവിടെ കൺസിഡർ ചെയ്യണം. അതുപോലെ ആൻഡ് ഹിസ് റിലേഷൻസ്, ഇതാണ് പറയുന്നത്. Then according to this theory, an organization is the combination of both the formal and informal forms of organization.
അപ്പോൾ അതാണ് ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനെ ഇവിടെ കാണുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ പറയുന്ന ഓർഗനൈസേഷൻ, അതായത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് പോളിസീസ്. അതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ബട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ എന്താണ്, അവിടെ ഫ്രണ്ട്ലി റിലേഷൻസ് ഉണ്ടായിരിക്കും, സ്ട്രിക്റ്റ് ആയിട്ടല്ല പോകുന്നത്, ഗുഡ് റിലേഷൻ വിത്ത് എംപ്ലോയീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഫോർമൽ. സോ അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഒരു കോമ്പിനേഷനാണ് ഒരു ഓർഗനൈസേഷൻ എന്നാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ മാനേജ്മെന്റ് എക്സ്പേർട്സ് പറയുന്നത്. So in this approach the organization is a social system and its performance is affected by the human actions. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷൻ ഒരു സോഷ്യൽ സിസ്റ്റം അല്ലെ, ഒരു എല്ലാ എംപ്ലോയീസും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ ഇതൊക്കെയുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് സോഷ്യൽ സിസ്റ്റം, അതായത് സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ അവിടെ കാണുന്നത്. And it focuses on the human side of an organization. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ സോഷ്യൽ ആസ്പെക്ട്സ് ആണ് ഒരു എംപ്ലോയീനെ അഫക്റ്റ് ചെയ്യുന്നത്, അവരെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് കൂടി ഈ അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വാസ് the founder of the neoclassical approach was the George Elton Mayo ആണ് ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. then അതുപോലെ it is a combination of formal and informal organization and in this approach importance was given to human and social aspects of the workers and their relations. ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ സൈഡ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വർക്ക് ചെയ്യാനുള്ള ഒരു എലമെന്റ് ആയിട്ട് മാത്രമല്ല എംപ്ലോയീസിനെ കാണുന്നത്, ബട്ട് ദി ഓർഗനൈസേഷൻ ഓൾസോ കൺസിഡേഴ്സ് ദ ഹ്യൂമൻ സൈഡ് ഓഫ് ദി employees and also the social relations of the employees in the organization. അതും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു അപ്രോച്ച് ഒരുപാട് ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ് മാനേജ്മെന്റ് തിയറിയിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്സുകൾ ഈ ഒരു ഒപ്പീനിയനാണ്, അതായത് വർക്കേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, നല്ലൊരു എംപ്ലോയീസിനെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് തന്നെ കാണണം എന്ന് ഒപ്പീനിയനുള്ള ഒരുപാട് മാനേജ്മെന്റ് എക്സ്പേർട്സുകൾ ഉണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ കൺസെപ്റ്റുകളും ടെക്നിക്സും എല്ലാം മാനേജ്മെന്റ് തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. എങ്ങനെ നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ അതിലൂടെ എങ്ങനെ എഫിഷ്യൻസി നമ്മൾ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് എംപ്ലോയീസ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അവരെ അവോയ്ഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. So the first one is it lacks the precision of classical theory because human behavior is unpredictable. അതായത് ക്ലാസിക്കൽ തിയറി എന്ന് പറയുമ്പോൾ അവിടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് അവിടെ പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റിലാണെങ്കിലും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് വിച്ച് ഈസ് പ്രാക്ടിക്കലി പ്രൂവൺ. അപ്പോൾ പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ടെയ്ലറും അതുപോലെ ഹെൻറി ഫയോളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് നമുക്കൊരു പ്രാക്ടിക്കലി അതിനൊരു വാലിഡിറ്റി ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ട് പ്രിസിഷൻ ഉണ്ട്. ബട്ട് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ തിയറി ഡെവലപ്പ് ചെയ്താലും എന്തൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടൊക്കെ നമ്മൾ പഠനങ്ങൾ നടത്തിയാലും എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒരുപോലെ ആവില്ല അല്ലേ. ഒരാളിൽ നമ്മൾ അപ്ലൈ ചെയ്ത പല തിയറീസും ഫാക്ടേഴ്സും എല്ലാം മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. ബിക്കോസ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് അൺപ്രഡിക്റ്റബിൾ. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ബിഹേവിയേഴ്സ് ആണ് ഡിഫറെന്റ് വർക്കേഴ്സ് കാണിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി ഒരു വിധമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ. സോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറയുന്ന ടെക്നിക്സ് ഒന്നും അത്ര അപ്ലിക്കബിൾ അല്ല എന്നാണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള പ്രിൻസിപ്പിളോ ഒരു പ്രിസിഷൻ ഇവിടെ നമുക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്.
Then second one is its conclusions lack scientific validity. അതാണ് നേരത്തെ പറഞ്ഞത്, സയന്റിഫിക് വാലിഡിറ്റിയിലൂടെ നമുക്ക് ഇതെല്ലാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഈ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് പറയുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഡിഫറെൻറ്റ് അപ്രോച്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ ഇറ്റ് ലാക്സ് സയന്റിഫിക് വാലിഡിറ്റി. Then next one is its application in practice is very difficult. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു തിയറി നമുക്ക് മറ്റൊരു ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എന്താണ്, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അൺപ്രഡിക്റ്റബിൾ ആണ്. എല്ലാ സിറ്റുവേഷനിലും എല്ലാ എംപ്ലോയീസും ഒരേപോലെ ആവില്ല ബിഹേവ് ചെയ്യുന്നത്. സോ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത തിയറി മറ്റൊരു സിറ്റുവേഷനിൽ മറ്റൊരു ഓർഗനൈസേഷനിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. So in practice it is difficult to apply the theories of neoclassical approach, but even though still it is followed by many organizations and also it is suggested by different management experts. Still ഒരുപാട് മാനേജ്മെന്റ് എക്സ്പേർട്സ് ഈ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല ഓർഗനൈസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില ലിമിറ്റേഷൻസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചില പോയിന്റ്സ് വരുന്നുണ്ട്. പ്രാക്ടീസിൽ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് യൂസ്ഫുൾ അല്ലെങ്കിലും മെജോറിറ്റി നമുക്ക് യൂസ്ഫുൾ ആണ്. ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമുക്കൊരു പരിധി വരെയൊക്കെ എന്താണ് എംപ്ലോയീസിന്റെ ബിഹേവിയർ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് ഗൈഡ് ചെയ്യാനും എഫിഷ്യൻസി അതിലൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ടെല്ലാം സാധ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. സോ അപ്പോൾ ഇതാണ് നിയോ ക്ലാസിക്കൽ തിയറി. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ക്ലാസിക്കൽ തിയറിയാണ്. ദെൻ അതുപോലെ ക്ലാസിക്കൽ തിയറിയിൽ വർക്കേഴ്സിന് ഹ്യൂമൻ സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ നിയോ ക്ലാസിക്കൽ തിയറിയിൽ ഹ്യൂമൻ ബിഹേവിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് കൺസിഡേഴ്സ് ദ ഹ്യൂമൻ ബീയിങ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതാണ് പറയുന്നത്.